നമസ്കാരം. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. ദമാം അൽക്കോബാറിൽ സ്വദേശിവൽക്കരണം ലംഘിച്ച 6 സ്ഥാപനങ്ങൾ തൊഴിൽ മന്ത്രാലയം അടപ്പിച്ചു. നിയമലംഘനം കണ്ടെത്തിയ 14 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ശിക്ഷയും വിധിച്ചു. തൊഴിൽ മന്ത്രാലയത്തിലെയും നഗരസഭയിലെയും ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ റെയ്ഡിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 34 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടന്നത്. 6 സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും 14 സ്ഥാപനങ്ങൾക്ക് 2,85,000 റിയാൽ പിഴയും ചുമത്തി. ഈ മാസം 7-ന് സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ്, സ്പെയർ പാർട്സ്, ബിൽഡിംഗ് മെറ്റീരിയലുകൾ, കാർപ്പറ്റ്, മധുര പലഹാരങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളിലാണ് പരിശോധന നടന്നത്. സ്വദേശിവൽക്കരണം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പരിശോധന തുടരുമെന്നും കിഴക്കൻ പ്രവിശ്യ ലേബർ ഓഫീസ് വക്താവ് അറിയിച്ചു. സൗദി അരാംകോ പെട്രോൾ വിതരണത്തിന് റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ആധുനിക സൗകര്യങ്ങളോടെയാണ് പെട്രോൾ പമ്പുകൾ ഒരുക്കുന്നതെന്നും അരാംകോ വ്യക്തമാക്കി. പെട്രോൾ വിതരണത്തിനായി റീറ്റെയിൽകോ എന്ന പേരിൽ പുതിയ കമ്പനി സ്ഥാപിച്ചതായി അരാംകോ അറിയിച്ചു. ഇന്ധന വിപണനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചുമതലകളും റീറ്റെയിൽകോ വഹിക്കുമെന്നും അരാംകോ വ്യക്തമാക്കി. വാഹന ഇന്ധനങ്ങൾക്ക് പുറമെ വിമാന ഇന്ധന വിതരണത്തിന്റെ ചുമതലയും പുതുതായി രൂപം നൽകിയ കമ്പനിക്കായിരിക്കും. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുന്നത്. യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും ഷോപ്പിങ്ങിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാകും. അരാംകോയ്ക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമാണ് റീറ്റെയിൽകോ സ്ഥാപിച്ചതെന്ന് കമ്പനി ചെയർമാൻ അഹമ്മദ് അൽ സുബൈയി പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. വർഷത്തിൽ ഒന്നിലധികം ഉംറ നിർവഹിക്കുന്ന വിദേശ തീർത്ഥാടകർക്ക് രണ്ടാമത്തെ ഉംറ മുതൽ ഈടാക്കുന്ന ഫീസ് പിൻവലിക്കണമെന്ന് ആവശ്യം. ഹജ്ജ്, ഉംറ കമ്പനി ഉടമകളെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച മക്ക ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിലെ ദേശീയ ഹജ്ജ് ഉംറ കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാലയിലാണ് ആവശ്യമുയർന്നത്. നിലവിൽ ഉംറ ആവർത്തിക്കുന്നവർ 2000 റിയാൽ ഫീസ് നൽകണം. ഉംറ സർവീസ് കമ്പനികളിലെ സൗദി ജീവനക്കാരുടെ മിനിമം എണ്ണം 5 കുറയ്ക്കണമെന്നും സൗദി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ സർവീസ് കമ്പനികൾ സേവനം നൽകുന്ന ഉംറ തീർത്ഥാടകരുടെ എണ്ണവുമായി ബന്ധിപ്പിക്കണമെന്നും ശില്പശാല ആവശ്യപ്പെട്ടു. ഉംറ സർവീസ് കമ്പനികളുമായി കരാർ ഒപ്പുവെച്ച വിദേശ ഏജൻസികൾ കരാർ അവസാനിപ്പിച്ച മറ്റൊരു സർവീസ് കമ്പനിയുമായി കരാറുണ്ടാക്കുന്നതിന് മുമ്പായി ആദ്യത്തെ സർവീസ് കമ്പനിക്ക് നൽകാനുള്ള പണം കൊടുത്തു തീർക്കുന്നതിന് ഓൺലൈൻ സെറ്റിൽമെന്റ് സംവിധാനം അംഗീകരിക്കണം. ഉംറ സർവീസ് കമ്പനികളുടെ മൂലധനം 5 ലക്ഷം റിയാലായി കുറയ്ക്കുന്നതിന് അനുവദിക്കണം. മുഴുവൻ സർവീസ് കമ്പനികളും കെട്ടിവെക്കേണ്ട ബാങ്ക് ഗ്യാരണ്ടി 2.5 ലക്ഷം റിയാലായി ഏകീകരിക്കണമെന്നും ശുപാർശയുണ്ട്. ഉംറ സർവീസ് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും മക്കയിലോ മദീനയിലോ ആയി ഒരു ആസ്ഥാനമുണ്ടായാൽ മതി എന്ന വ്യവസ്ഥയും നടപ്പാക്കണം. വിദേശ ഉംറ സർവീസ് ഏജൻസികളില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകരുടെ യാത്ര എളുപ്പമാക്കുന്നതിന് നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ വിദേശങ്ങളിലെ സൗദി എംബസികളെ ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രേരിപ്പിക്കണമെന്നും ശില്പശാലയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിൽ ഇനി മുതൽ ഡ്രോൺ പറത്താൻ ലൈസൻസ് കിട്ടും. നിശ്ചിത ഫീസ് അടച്ച് രജിസ്ട്രേഷൻ അപേക്ഷ നൽകിയാൽ മതി. വ്യോമയാന നിയമങ്ങൾ ലംഘിക്കാതിരിക്കാനുള്ള പരിശീലനം നൽകിയതിനു ശേഷമായിരിക്കും ലൈസൻസ് അനുവദിക്കുക. ഇനി ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്താം. ഇതിനായി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ലൈസൻസ് അനുവദിക്കുവാനായി സിവിൽ ഏവിയേഷനാണ് തീരുമാനം കൈക്കൊണ്ടത്. ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് രാജ്യത്ത് നിലവിൽ അപ്രഖ്യാപിത വിലക്കുണ്ടെങ്കിലും ഈ അവ്യക്തത നീക്കിയാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇത് പ്രകാരം വിനോദത്തിനായി പറത്തുന്ന ഡ്രോണുകൾക്ക് 250-ഉം ദൃശ്യങ്ങൾ പകർത്തുന്നവർക്ക് 500 റിയാലാണ് ലൈസൻസ് ഫീസ്. രജിസ്ട്രേഷന് വിദേശികൾ ഇഖാമ ഹാജരാക്കണം. ഡ്രോണിലെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തി ലൈസൻസ് അനുവദിക്കും. വിദേശത്തു നിന്നും ഡ്രോൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ അതിന്റെ സീരിയൽ നമ്പർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും നിബന്ധനയിൽ പറയുന്നു. ന്യൂസ് ടുഡേ, റിയാദ്. തലസ്ഥാനമായ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു.
സാധനങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് അത് അറിയിക്കുന്നതിനും കണ്ടുകിട്ടുന്നതിനും സഹായിക്കുന്നതിനുമാണ് വിമാനത്താവള അധികൃതർ പൊതുസേവനം തുടങ്ങിയത്. 1-2 അന്താരാഷ്ട്ര ടെർമിനലുകളിൽ യാത്രക്കാരുടെ ലഗേജുകളോ സാധനങ്ങളോ രേഖകളോ വീണ് കിട്ടിയാൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുക, ലഭ്യമായ വിവരങ്ങൾക്ക് അടിസ്ഥാനമായി ഉടമകളെ അറിയിക്കുക തുടങ്ങിയ ഗുണകരമായ അനവധി സേവനങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമാണ്. മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഓഫീസിൽ പരിശീലനം നേടിയവർ സേവനമനുഷ്ഠിക്കുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കളെക്കുറിച്ച് അറിയാനും അന്വേഷിക്കാനും 9200-200-90 എന്ന ഏകീകൃത നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ടുഡേ, റിയാദ്. ദമാമിൽ മലയാളി വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഊബർ ടാക്സി ഡ്രൈവർ അറസ്റ്റിൽ. അൽ കോബാറിലെ വ്യവസായിയായ കണ്ണൂർ സ്വദേശിയുടെ മകനും ദമാം ഇന്ത്യൻ സ്കൂൾ 11ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഷെയ്സിനെയാണ് കഴിഞ്ഞ ദിവസം ദമാമിൽ ട്യൂഷൻ സെന്ററിലേക്കുള്ള യാത്രാമധ്യേ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയും ഊബർ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പ്രതിയെ പിടികൂടി. ഇയാളോടൊപ്പമുണ്ടായിരുന്ന രണ്ടാമനായി അന്വേഷണം ഊർജിതമാക്കി. സാധാരണ ഷെയ്സിനെ പിതാവാണ് കൊണ്ടുപോകാറെങ്കിലും തിരക്ക് മൂലം കഴിയാതിരുന്നതിനാൽ ഊബർ വിളിക്കുകയായിരുന്നു. അൽ ബാഹയിലുള്ള സ്വദേശി പൗരനാണ് വാഹനം ഓടിച്ചിരുന്നത്. അൽ കോബാറിൽ നിന്ന് ദമാമിലേക്കുള്ള വഴിമധ്യേ റാക്കയിൽ മറ്റൊരാളെ കൂടി ഈ വാഹനത്തിൽ കയറ്റുകയും വാഹനം വഴിതിരിച്ചു വിടുകയുമായിരുന്നു. ഷെയ്സ് ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടെ ഉപദ്രവിച്ചു. കൂടുതൽ ബഹളം വച്ചതോടെ എയർപോർട്ട് റോഡിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. ആ വഴി വന്ന സ്വദേശി പൗരനാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ എത്തിച്ചത്. സൗദി ഈസ്റ്റ് നാഷണൽ സാഹിത്യോത്സവത്തിൽ ഈ വർഷവും ദഫ്മുട്ടിൽ 1ാം സ്ഥാനം നേടി റിയാദ് ടീം. ഇത് 6ാം തവണയാണ് വിജയക്കൊടി പാറിക്കുന്നത്. തനിമയോടെ അറബി ബൈത്തുകൾ പാടി മുഹമ്മദ് അസ്ലമും സംഘവുമാണ് ഈ വർഷം വിജയം നേടിയത്. അസീസ് പെർളയാണ് ഈ മിടുക്കർക്ക് പരിശീലനം നൽകിയത്. റിയാദ്, ജിദ്ദ, ദമാം, ത്വായിഫ്, ജുബൈൽ എന്നിവിടങ്ങളിൽ നടന്ന സാഹിത്യോത്സവത്തിൽ റിയാദ് ടീമിന് തന്നെയായിരുന്നു 1ാം സമ്മാനം. ന്യൂസ് ടുഡേ, റിയാദ്. ഷോർട്ട് ഫിലിം രംഗത്തും ഡോക്യുമെന്ററി രംഗത്തും സംഗീത ആൽബം മേഖലയിലും പ്രവർത്തിക്കുന്ന ഷംസുദ്ദീൻ മാളിയേക്കൽ ഇന്ന് നമ്മോടൊപ്പം. ഈ രംഗത്തെ തന്റെ അനുഭവങ്ങൾ ന്യൂസ് ടുഡേയുമായി അദ്ദേഹം പങ്കുവെക്കുന്നു. ന്യൂസ് ടുഡേ പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് അതിഥിയായി വന്നെത്തിയിരിക്കുന്നത് റിയാദിൽ മാത്രമല്ല, പ്രവാസ ലോകത്ത് മാത്രമല്ല, അതേസമയം തന്നെ നമ്മുടെ മലയാളി സമൂഹത്തിലൊട്ടാകെ തന്നെ ഏറെ ശ്രദ്ധേയനായിട്ടുള്ള ഡോക്യുമെന്ററി രംഗത്ത് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം രംഗത്തൊക്കെ തന്നെ ഏറെ പ്രമുഖനായിട്ടുള്ള ഷംസുദ്ദീൻ മാളിയേക്കലാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം സംവിധാനം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും അദ്ദേഹം വ്യാപൃതനാണെന്നുള്ളതാണ്. A to Z അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒട്ടേറെ ഡോക്യുമെൻ്ററികൾ സമൂഹത്തിന് അദ്ദേഹം സമ്മാനിക്കുക മാത്രമല്ല, ആ ഓരോ ഡോക്യുമെൻ്ററികളും തന്നെ പ്രത്യേകമായിട്ടുള്ള സന്ദേശം, പ്രത്യേകമായിട്ടുള്ള മെസ്സേജ് നമ്മുടെ സമൂഹത്തിൻ്റെ, പ്രവാസി സമൂഹത്തിന് നൽകുന്നതാണ്. വെറുതെ ഒന്നും അദ്ദേഹം പറയുന്നില്ല എന്നതാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ സൃഷ്ടി തീർച്ചയായിട്ടും വ്യക്തമായ ലക്ഷ്യബോധത്തോടെയുള്ളതാണ് എന്നുള്ളതാണ് ഷംസുദ്ദീൻ മാളിയേക്കലിൻ്റെ പ്രത്യേകത. ഈ ഒരു പരിപാടിയിലേക്ക്, ന്യൂസ് ടുഡേ പരിപാടിയിലേക്ക് സ്വാഗതം. ഏകദേശം 13ഓളം ഡോക്യുമെന്ററികൾ, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടല്ലേ? അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും അധികം റെസ്പോൺസ് കിട്ടിയ, ഏറ്റവും അധികം ജനപിന്തുണ കിട്ടിയ, പ്രവാസി സമൂഹം ഏറ്റവും അധികം ആദരവോടെ താങ്കളെ നോക്കി കണ്ട ഏതായിരിക്കും, ഏത് ഡോക്യുമെന്ററിയാണ്? അത് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം ഒക്കെ ഒരു സ്വീകാര്യത പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനിപ്പം ഞാൻ ചെയ്തൊരു 4ാമത്തെ ഷോർട്ട് ഫിലിമാണ് നോട്ട് നിരോധനമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ചെയ്തായിരുന്നു. ഏറ്റവും കാലിക പ്രസക്തമായിട്ട് ആ സമയത്ത് ചെയ്തായിരുന്നു. അതിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഫേസ്ബുക്കിൽ മാത്രം 50 ലക്ഷം ആളുകൾ അത് കണ്ടിട്ടുണ്ട്. 50 ലക്ഷം ആൾ കണ്ടിട്ടുണ്ട്. പിന്നെ താങ്ക് യു. പിന്നെ അതുപോലെ യൂട്യൂബിൽ 21 ലക്ഷം ആളുകൾ ഒറ്റ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. എന്നാലും പല സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ പറയും, നിങ്ങൾ ഹൗസ് ഡ്രൈവർ ഭയങ്കരമായിരുന്നു കേട്ടോ, ആ സൗദി ആയിട്ടുള്ള ആ ഒരു സംഭവം ഭയങ്കര മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കലയാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ സമ്പത്താണെങ്കിലും നമ്മുടെ അടുത്തുള്ളത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി സിനിമയാണെങ്കിലും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം.
നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമ എന്തെങ്കിലും നന്മ ഉൾക്കൊള്ളുന്നതാവണം. ഇനി ചെറിയ ഡോക്യുമെൻ്ററി ആയാൽ അതുമായിരിക്കണം നമുക്ക് കണ്ടിറങ്ങുമ്പോൾ നല്ല സന്ദേശമായിരുന്നു എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 12 ഷോർട്ട് ഫിലിം ചെയ്തു എന്ന് പറഞ്ഞു. ഇതിൽ ഏകദേശം 9 ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ടാണ്. സാധാ മൊബൈൽ ഉപയോഗിച്ച ഡബ്ബിംഗ് ഇല്ല, അതിൽ എഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നു, അതങ്ങ് അപ്ലോഡ് ചെയ്യുന്നു. തീമാണ് പ്രധാനം. നമ്മളുടെ രചനകളിലൊക്കെ തന്നെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം നിങ്ങൾ നൽകുന്നില്ല എന്ന പരാതി സ്ത്രീ സഹോദരികൾക്കുണ്ട്. എന്തുകൊണ്ട് ഒരു സ്ത്രീ കഥാപാത്രത്തെ കൊണ്ടുവരുന്നില്ല? അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലേ പ്രവാസ ലോകത്ത്? സ്ത്രീകൾക്കേ ഉള്ളൂ പ്രശ്നം. എവിടെയും സ്ത്രീകൾക്കും പുരുഷൻ, നമ്മൾ സ്ത്രീ പുരുഷൻ എന്നുള്ള വേർതിരിവ് കാണുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രവാസ ലോകത്താണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പരിമിതികളുണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് നമുക്ക് സജ്ജീകരിക്കാൻ ഇവിടെ പരിധികളുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. നമ്മുടെ സാമൂഹ്യ സംഘടനകളിൽ നിന്ന്, കലാവേദികളിൽ നിന്നൊക്കെ താങ്കൾ കിട്ടുന്ന ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് സംഘടനകൾ, നമ്മുടെ നാട്ടിലെ കൂട്ടായ്മകൾ, പിന്നെ നമ്മുടെ പ്രാദേശിക കൂട്ടായ്മകൾ ഒക്കെ. എനിക്ക് ആദ്യമായിട്ട് ഞാൻ പറയാനുള്ളത് അമരമല പഞ്ചായത്തിൻ്റെ ഒരു മൊമെൻ്റാണ് എനിക്ക് ആദ്യമായിട്ട് രംഗത്തേക്ക് വന്നതിന് ശേഷം എനിക്ക് കിട്ടുന്നത്. അതിനുശേഷം ഒട്ടനവധി അംഗീകാരങ്ങൾ തേടിയെത്തി. സർവശക്തൻ അനുഗ്രഹം എന്ന് പറയാം. തീർച്ചയായിട്ടും യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ താങ്കൾ വളരെ വലിയ രൂപത്തിൽ വരുമാനം ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് പുറത്ത് ആളുകൾ പറയുന്നത്. ജനങ്ങൾക്കിടയിൽ അങ്ങനെയാണ് പറയുന്നത്. എന്താണ് ഇത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇതിനുള്ള വരുമാനം ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവകാരുണ്യ രംഗത്തേക്ക് മാറ്റിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മ വളരെയധികം സപ്പോർട്ടാണ് എൻ്റെ ഉമ്മയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. പിന്നെ എൻ്റെ ഭാര്യ ഷിഹിന ബാനു, അവളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടുണ്ട്. മക്കൾ, കുടുംബം, ജ്യേഷ്ഠന്മാർ, സഹോദരിമാർ, നാട്ടിൽ നിന്ന് എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. താങ്ക് യു, വളരെയധികം സന്തോഷം. ഓക്കെ, ഇത്രയും സമയം നമ്മുടെ ന്യൂസ് ടുഡേയുടെ ഈ ഒരു മുഖാമുഖം പരിപാടിയിൽ നമ്മളോടൊപ്പം സഹകരിച്ചതിന്. ഇതാണ് ഷംസുദ്ദീൻ വാളിയേക്കൽ, വിനയാന്വിതനായ കലാകാരനാണ്. തനിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇതിൽ നിന്ന് ബാക്കി വെക്കാൻ സാധിച്ചാൽ അത് തീർച്ചയായിട്ടും ജീവകാരുണ്യ രംഗത്ത് ഉപയോഗപ്പെടുത്താമെന്നുള്ള ആ ഒരു നല്ല മനസ്സ്, അതിനാണ് നിങ്ങൾ ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. തീർച്ചയായിട്ടും ന്യൂസ് ടുഡേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. ഈ കലാകാരൻ്റെ വളർച്ചയിൽ തീർച്ചയായിട്ടും ന്യൂസ് ടുഡേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും, എല്ലാവിധ പിന്തുണയും. നന്ദി, നമസ്കാരം.